വയനാട് ചേകാടിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 കാർ യാത്രികർക്ക് പരിക്കേറ്റു. പാളക്കുലി സ്വദേശികളായ ഷെൽജൻ, ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീജിത്ത ചേർന്നുണ്ട്. ശ്രീജിത്ത, എങ്ങനെ നിലവിലത്തെ ഒരു സാഹചര്യം ഏത് തരത്തിലാണ്? വിഷ്ണു, ഇന്നലെ രാത്രിയോടായിരുന്നു സംഭവം. വയനാട് ചേകാടിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. നിലവിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ മേഖല വനാതിർത്തിയോട് ചേർന്ന മേഖലയാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ വന്യജീവിയുടെ ആക്രമണങ്ങൾ നിലവിൽ മുൻപും ഈ സ്ഥലങ്ങളിൽ ഉണ്ടാകാറുണ്ട്. ഇന്നലെ പാളക്കൊല്ലി സ്വദേശികളായ ഷെൽജൻ, ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഇവർ സഞ്ചരിച്ച കാർ പൂർണ്ണമായും ആന ചവിട്ടി നശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുന്ന പ്രദേശമാണ്. അതിനാൽ തന്നെ ഈ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ജാഗ്രത പുലർത്താൻ വനംവകുപ്പ് തന്നെ മുൻപും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇവരെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശ്രീജിത്ത, നിലവിൽ ജനവാസ മേഖലയിലേക്ക് കാട്ടാന എത്തുന്നതിനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ടോ? നിലവിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം ഏത് തരത്തിലാണ്? വിഷ്ണു, ഇത് കാട്ടിനുള്ളിലേക്കുള്ള ഒരു സഞ്ചാരപാതയാണ്. ഇതിന്റെ സമീപം വനവാസികൾ മാത്രമാണ് തിങ്ങിപ്പാർക്കുന്നത്. ഇത് അങ്ങനെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വലിയൊരു മേഖലയൊന്നും അല്ല. ഈ കാട്ടിലൂടെയുള്ള യാത്രക്കിടയിലായിരുന്നു, റോഡിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഒറ്റയാൻ വന്ന് ഈ കാറിനെ ആക്രമിക്കുന്നത്. തുടർന്നാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. കാടിനുള്ളിലെ പ്രദേശമായതിനാൽ തന്നെ ഈ റോഡിലേക്ക് രാത്രികാലങ്ങളിൽ ആനകൾ കൂട്ടമായി എത്താറുണ്ട്. ഇന്നലെ അതോടൊപ്പമാണ് ഇത്തരത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഒറ്റയാനാണ് ഇത്തരത്തിൽ ഈ കാറിനെ ആക്രമിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. വയനാട് ചേകാടിയിൽ കാട്ടാന ആക്രമണത്തിൽ 2 കാർ യാത്രികർക്ക് പരിക്കേറ്റു. പാളക്കല്ലി സ്വദേശികൾക്കാണ് പരിക്കേറ്റത്.